നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്നതിനിടെ യുവതിയോട് അപമര്യാദയായി പെരുമാറിയെന്ന പരാതിയിൽ മുൻ മന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ മുൻ ഗൺമാന് സസ്പെൻഷൻ. തിരുവനന്തപുരം സ്പെഷ്യൽ ആംഡ് പോലീസ് ബറ്റാലിയനിലെ CPO പ്രജീഷ് S. നായർക്കെതിരെയാണ് സർവീസ് തലത്തിൽ കടുത്ത നടപടി സ്വീകരിച്ചിരിക്കുന്നത്. 2 ആഴ്ച മുമ്പാണ് കേസിനാസ്പദമായിരിക്കുന്ന സംഭവം നടന്നിരിക്കുന്നത്. ബസ്സിൽ യാത്ര ചെയ്യുന്നതിനിടെ യുവതി ഇരുന്ന സീറ്റിന്റെ തൊട്ട് പിന്നിലിരുന്ന പ്രജീഷ് സീറ്റിന്റെ ഇടയിലൂടെ കൈയിട്ട് യുവതിയുടെ ശരീരത്തിൽ നിരന്തരം തൊടുകയും അപമര്യാദയായി പെരുമാറുകയും ചെയ്തുവെന്നാണ് പ്രധാന ആരോപണം. പ്രജീഷിന്റെ ഈ പെരുമാറ്റം ശ്രദ്ധയിൽപ്പെട്ടതോടെ യുവതി തന്നെ മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുകയായിരുന്നു. തുടർന്ന് സംഭവത്തിന്റെ വീഡിയോ യുവതി തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതോടെയാണ് കേസ് പുറത്തറിയുന്നത്. വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയും ദൃശ്യങ്ങളിലുള്ളത് പോലീസ് ഉദ്യോഗസ്ഥരാണെന്ന് തിരിച്ചറിയുകയും ചെയ്തതോടെ വകുപ്പ് തലത്തിൽ വൻ പ്രതിഷേധം ഉയർന്നു. സംഭവം വൻ വിവാദമായതോടെയാണ് പോലീസ് ഉന്നത തലത്തിൽ ഉദ്യോഗസ്ഥനെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടത്. SIP അസിസ്റ്റന്റ് കമാൻഡിന്റെ നേതൃത്വത്തിലാണ് കേസിനാസ്പദമായ വിവരങ്ങൾ അന്വേഷിച്ചത്. പ്രജീഷിന്റെ ഭാഗത്തു നിന്നും ഗുരുതരമായ പെരുമാറ്റ ദൂഷ്യവും അച്ചടക്ക ലംഘനവും ഉണ്ടായതായി അന്വേഷണ സംഘം കണ്ടെത്തുകയായിരുന്നു. പൊതുസ്ഥലത്ത് വെച്ച് സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയ പ്രജീഷിന്റെ നടപടി പോലീസ് സേനയുടെ അന്തസ്സിനും അച്ചടക്കത്തിനും തീരാ കളങ്കമുണ്ടാക്കിയെന്നും അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമായി വിലയിരുത്തുന്നുണ്ട്. അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചതിന് തൊട്ടു പിന്നാലെയാണ് പ്രതിയായ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് പോലീസ് ആസ്ഥാനത്ത് നിന്നും പുറത്തിറക്കിയത്. സംഭവത്തിൽ കൂടുതൽ സമഗ്രമായ വകുപ്പ് തല അന്വേഷണം തുടരാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം സംഭവത്തിൽ ദുരനുഭവം ഉണ്ടായ യുവതി ഇതുവരെ പോലീസിൽ ഔദ്യോഗികമായി പരാതി നൽകിയിട്ടില്ലെന്നാണ് അറിയുന്നത്. എങ്കിലും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് സ്വമേധയാ നടപടികളിലേക്ക് കടന്നത്. തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ മുഴുവൻ പ്രജീഷ് നിഷേധിച്ചിട്ടുണ്ട്. എന്നാൽ ദൃശ്യങ്ങൾ വ്യക്തമായ സാഹചര്യത്തിൽ ഇയാളുടെ വാദങ്ങൾ പോലീസ് പൂർണ്ണമായും തള്ളിക്കളയുകയായിരുന്നു. യുവതിയുടെ ഭാഗത്ത് നിന്ന് രേഖാമൂലമുള്ള പരാതി ലഭിക്കുന്നതടക്കമുള്ള നിയമവശങ്ങൾ വിശദമായി പരിശോധിച്ച ശേഷമായിരിക്കും ഇയാൾക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യുന്നതടക്കമുള്ള തുടർന്നുള്ള നിയമ നടപടികൾ സ്വീകരിക്കുക. സംഭവം സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചതിന് പിന്നാലെയാണ് പോലീസ് തലത്തിൽ അന്വേഷണം നടത്തിയത്. SIP അസിസ്റ്റന്റ് കമാൻഡിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രജീഷിന്റെ ഭാഗത്ത് ഗുരുതരമായ പെരുമാറ്റ ദൂഷ്യമുണ്ടായതായി കണ്ടെത്തിയത്. ഇയാളുടെ നടപടി പോലീസിന്റെ അന്തസ്സിന് നിരക്കാത്തതാണെന്നും അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സസ്പെൻഷൻ നടപടി സ്വീകരിച്ചത്. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്താനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം സംഭവത്തിൽ യുവതി ഇതുവരെ ഔദ്യോഗികമായ പരാതി നൽകിയിട്ടില്ലെന്നും പ്രജീഷ് ആരോപണം നിഷേധിച്ചിരുന്നതായി റിപ്പോർട്ടുകളുണ്ട്. യുവതിയുടെ പരാതി ലഭിക്കുന്നതടക്കമുള്ള നിയമവശങ്ങൾ പരിശോധിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാനാണ് സാധ്യത.